അപ്പോൾ നമ്മൾ ഈ ഒരുപാട് മെഡിസിനുകൾ ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെ കഷായങ്ങളൊക്കെ ഇപ്പം ഗുളികളൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്താണ് ആയുർവേദത്തിൽ വന്നേക്കുന്ന ഇന്നോവേഷൻസ്? അതിന് ധാത്രിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഈ കഷായങ്ങൾ നല്ലതാണ്. മറ്റ് നേരത്തെയുള്ള കൽപ്പനകൾ, അതായത് നേരത്തെയുള്ള ഔഷധ രൂപങ്ങളൊക്കെ തന്നെ നെയ്യായിട്ടും അരിഷ്ടമായിട്ടും കഷായങ്ങളായിട്ടും ഒക്കെ ഉള്ളതൊക്കെ നല്ലത് തന്നെയാണ്. അതിൻ്റേതായ റിസൾട്ട് ഉണ്ട്, അതിൻ്റേതായ രീതികളുണ്ട്. പക്ഷെ അതിന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത് പലപ്പോഴും ഈസി ടു യൂസ് അല്ല. അത് ഉപയോഗിക്കുന്നതിന് അതിൻ്റേതായ ചില നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് കൊണ്ടു നടക്കുന്നതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾക്കൊക്കെ ചില ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പല ഔഷധങ്ങളും ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ഈസി ടു യൂസ് പ്രൊഡക്ട്സുകൾ നമുക്ക് വേണം. അതുപോലെ തന്നെ അതിന് മറ്റ് വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ അതിൻ്റെ ടേസ്റ്റ്, അതുപോലെ തന്നെ സ്മെല്ല്, ഇതൊക്കെ നമുക്ക് കുറച്ച് അഫോർഡബിൾ ആവണം, അല്ല ഇന്നത്തെ ഇതിനനുസരിച്ചിട്ടാവണം. അപ്പോൾ ഇന്നത്തെ ജനതയ്ക്ക് പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോണ്ടംപററി ഫോർമാറ്റിൽ ഈസി ടു യൂസ് ആയിട്ടുള്ളതും നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔഷധങ്ങളും പ്രൊഡക്റ്റുകളും ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ധാത്രി ചെയ്യുന്നത്. ധാത്രിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ നമുക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇന്നത്തെ ജൻസിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോർമാറ്റിലുള്ള ഔഷധങ്ങളാണ്, പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഇൻറ്റേർണൽ യൂസിനുള്ളതാണെങ്കിലും എക്സ്റ്റേണൽ യൂസിനുള്ളതാണെങ്കിലും അത്തരത്തിലുള്ള ഇതാണ്. ഇത് കാലം ഡിമാൻഡ് ചെയ്താണ്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ധാത്രി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഉള്ള നമ്മുടെ റിസർച്ച് ടീമിന് പറ്റി എന്നുള്ളതാണ് അതിൻ്റെ നമ്മുടെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്.